ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു MinuzWorld. ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല കളർഫുള്ളായ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോ കാണാം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ. മാങ്ങയും ഈത്തപ്പഴമാണ്. അത് രണ്ട് മസ്റ്റായിട്ടും വേണം. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങയായിരുന്നു. ഒരു മാങ്ങയും അതുപോലെ ഒരു 8-10 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മളത് അടച്ചു വീഴുന്നിട്ടുണ്ട്. ഇനി ഒരു പഴം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. നമ്മളുടെ ഡ്രിങ്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ട്രോബെറി സിറപ്പാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ കാരമൽ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതാക്കിയാലും മതി കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാനത് ഉണ്ടാക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ ഈ സിറപ്പ് ഒഴിച്ച പാടെ തന്നെ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ സിറപ്പൊക്കെ താഴെ പോയി നിൽക്കും. ഇത് ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടില്ലേ, കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കായിരുന്നു കേട്ടോ. ഇനി മറ്റേ ഗ്ലാസ്സിൽ നമുക്ക് അതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്ര പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ സ്ട്രോബെറി സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഉണ്ടെങ്കിൽ അത് ആക്കിയാലും മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാലുണ്ടല്ലോ, നമ്മൾ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നത് 1/2 കപ്പ് നമ്മൾ ജ്യൂസിന് ഒഴിച്ചു. ബാക്കി വന്ന 1/2 കപ്പാണ് കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നമ്മളുടെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് താത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് നല്ലോണം മിക്സ് ആവും. എൻ്റെ തന്നെ കുറച്ച് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഫ്രൂട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ലാസ്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഏത് ഐസ്ക്രീം ആണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ പിസ്തയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സ്പ്രിങ്കിൾസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇതിൽ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഈത്തപ്പഴത്തിൻ്റെയും മാങ്ങയുടെയും ഒക്കെ ഒരു മധുരമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് ഹാദിയുടെ വകയാണ് കേട്ടോ. ഹാദിക്ക് ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാണ്. അവൻ്റെ വക ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. വീഡിയോയിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അവൻ്റെ വകയിലെടുത്ത ഷൂട്ടിംഗ് ആണ് കേട്ടോ. ആദിയുടെ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം കൂടെ ഒന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യുക, പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് MinuzWorld. അസ്സലാമു അലൈക്കും.